ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 343. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7 അനുവാകം 6 സൂക്തം 72ഉം 73ഉമാണ്. ഇതിൽ ആദ്യം സൂക്തം 72 നോക്കാം. ഇതിലെ ദേവത ഇന്ദ്രനാണ്. അതിലൂടെ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ യത്നങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ എന്ന് നമുക്കറിയാം. നമ്മൾ ഏത് കർമ്മവും ചെയ്യണമെങ്കിൽ സയൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ ഏകോപിപ്പിക്കാൻ ആരെങ്കിലും നിൽക്കണം. ഇപ്പം സാമ്പാർ ഉണ്ടാക്കാൻ അതിനുള്ള സാധനങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, എന്ത് വേണം? അത് മുറിച്ച് തറച്ച് ചെയ്യാൻ മനുഷ്യർ വേണം. സയൻസ് മാത്രം ഉണ്ടായാൽ നടക്കില്ല. അതുപോലെ സാമ്പാറാവുന്ന ആ പാത്രത്തിലും കുറേ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അതും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ പോരാ, അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് നടക്കുന്ന, ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നടക്കുന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. പക്ഷേ അതിൽ നിന്നും, ആ സയൻസിൽ നിന്നും ഒരു പ്രേരക ശക്തി വരും. അതാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്. ആ ശക്തി വിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രനെ പരിചയപ്പെടുത്താനാണ്. ഋത്തിക്കുകൾ വസന്തകാലത്ത് ആസനസ്ഥനാക്കാതെ യജ്ഞത്തിൽ ഇന്ദ്രനെ ശ്രദ്ധിക്കുക. ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്യുന്നവർ. നമ്മളും എല്ലാം ഋത്തിക്കുകൾ. ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഋത്തിക്കുകൾ തന്നെയാണ്. അപ്പം വസന്തകാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിലും ചില കർമ്മങ്ങളുണ്ടല്ലോ. വസന്തകാലത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്? അലസനായിരിക്കരുത്. വസന്തകാലത്ത് നമ്മൾ അലസനായിരിക്കാതെ നമ്മൾ യജ്ഞം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ആരെ ഉപാസിക്കണം? ഇന്ദ്രനെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ അതിനെ പൂർത്തീകരിക്കുന്നത് ആ ഇന്ദ്രനാണ്. അതായത് ഇന്ദ്രനെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇന്ദ്രനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഇന്ദ്രൻ, പ്രകൃതി സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ് ഒരു വസ്തുവിനെ നല്ലൊരു നമുക്ക് ഉപയോഗപ്രദമായ വസ്തുവാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ദ്രനെ ശ്രദ്ധിക്കുക. പാകമാകാവുന്നതുവരെ ഇന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുക. അപ്പോൾ പാകമാകുന്നത് വരെ നമ്മളൊരു സാധനം, ഇപ്പം അരിയാണെങ്കിൽ അത് ചോറാകുന്നത് വരെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ദ്രനാണ് അതിനെ അരിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചോറാക്കുന്നത്. അപ്പം നമ്മൾ എന്ത് വേണം? ഇന്ദ്രനെ തന്നെ ശ്രദ്ധിച്ചിട്ട് പാകമാകുന്നത് വരെ നമ്മൾ അവിടെ നിന്നിട്ട് ഇന്ദ്രനെ സേവിക്കണം. ഉദാഹരണമായിട്ട് അരി വെള്ളത്തിലിട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ചോറാവും. അടുപ്പിൽ വിറവും വെക്കും. വിറക് കെട്ട് കഴിഞ്ഞൊന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഇനി ഇന്ദ്രനായിക്കോളെന്നും പറഞ്ഞങ്ങ് പോയി കളയരുത്. ഇന്ദ്രന് ചോറാകുന്നത് വരെയുള്ള താപം നമ്മൾ കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മൾ ഇന്ദ്രനെ എന്ത് വേണം? ആ കർമ്മം പൂർത്തിയാകുന്നത് വരെ ശ്രദ്ധിക്കണം. ഇന്ദ്രൻ അപ്പോൾ ഹവിസ് പാകമായി എന്ന് പറയുമ്പോൾ അതിനാൽ വേഗത്തിൽ ഇന്ദ്രനോട് പറയുകയാണ്, നമ്മളെല്ലാ സാധനങ്ങളും അർപ്പിക്കുന്ന വസ്തുക്കൾക്കാണ് ഹവിസ് എന്ന് പറയുന്നത്. നമ്മളെ ഹവിസെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വേഗം തന്നെ വരിക. അപ്പോൾ ഇന്ദ്രനെ ക്ഷണിക്കുക. ഇന്ദ്രനെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇന്ദ്രൻ വന്നോളും. പക്ഷേ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചു കൊടുത്താൽ മതി. സൂര്യോദയം കഴിഞ്ഞ് പകുതി സമയം കഴിഞ്ഞു. അപ്പം നമ്മൾ പ്രഭാതത്തിൽ തന്നെയാണ് ഇത്തരം യജ്ഞങ്ങളെല്ലാം സാധാരണ ചെയ്യുക. എല്ലാവരും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. സൂര്യോദയം കഴിഞ്ഞ് പകുതി സമയം കഴിഞ്ഞു. പിഴിഞ്ഞെടുത്ത സോമവുമായി ഋത്തിക്കുകളും പുത്രന്മാരും ഗൃഹനാഥനെ ഉപാസിക്കുന്നത് പോലെ നിങ്ങളെയും ഉപാസിക്കുന്നു. ആ സമയത്താണ് ആരെല്ലാം പിഴിഞ്ഞെടുത്ത സോമവുമായി. പിഴിഞ്ഞെടുത്ത സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയാണ് ചോറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ അരി എന്ത് വേണം? നമ്മൾ ആദ്യം തന്നെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ നീരാണെങ്കിൽ പിഴിഞ്ഞെടുക്കാം. അരിയാണെങ്കിൽ എന്ത് വേണം? അരി കൊണ്ടുപോയി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരണം. ശുചിയായിട്ട് വേണം നമ്മൾ എന്ത് യജ്ഞങ്ങൾ. ഒരു സാമ്പാർ ഉണ്ടാക്കേണ്ടിക്ക് ആദ്യം ആ വെണ്ടക്കയില നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ അകത്ത് മുറിച്ച് വേണ്ട അളവിൽ മുറിച്ചിട്ട്
കൊടുക്കുന്നതിനാണ് പിഴിഞ്ഞെടുത്ത സോമം എന്ന് പറയുന്നത്. ഋത്തിക്കുകളും പുത്രന്മാർ അത് ചെയ്യുന്നവരാണ് ഋത്തിക്കുകൾ. ഇപ്പം ഞാനാണ് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുത്രന്മാരും ഗൃഹനാഥനും എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യും? ഋത്തിക്കുകൾ പുത്രന്മാരും ഗൃഹനാഥനെ ഉപാസിക്കുന്ന പോലെ ചെയ്യുന്നവര് പുത്രന്മാരെല്ലാം ഗൃഹനാഥനെ സഹായിക്കുകയല്ലേ ചെയ്യുക. ഗൃഹത്തിൽ ആരാണോ ചെയ്യുന്നത് അവരെ സഹായിക്കും. അമ്മയാണെങ്കിൽ മക്കൾ സഹായിക്കും. ആ തരത്തിൽ നിങ്ങളെ ഉപാസിക്കുന്നു. അപ്പം നമ്മുടെ ജോലി എന്താണ്? ഇന്ദ്രന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതായത് അരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാക്കി തരും ഇന്ദ്രൻ അതിനകത്ത്. പക്ഷേ അതിന് നമ്മൾ എന്ത് വേണം? എപ്പോഴും ശ്രദ്ധിച്ചിട്ട് ഇന്ദ്രന് വേണ്ട ചെയ്തു കൊടുക്കണം. എന്താണ് ഇന്ദ്രന് വേണ്ട ചെയ്തു കൊടുക്കേണ്ടത്? ആവശ്യത്തിനുള്ള തീ കൊടുത്തുകൊണ്ടിരിക്കണം. തീ കുറഞ്ഞു പോകരുത്. പിന്നെ വെള്ളം പോരാന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാമ്പാറെല്ലാണെങ്കിൽ ഇടയ്ക്ക് ഉപ്പ് കുറവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ദ്രൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം യഥാസമയം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാരകുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അത് പൂർണ്ണ രൂപത്തിൽ തയ്യാറാക്കി തരികയുള്ളൂ. ഗോക്കളുടെ അനുഗ്രഹത്താൽ അത് ക്ഷീരരൂപത്തിൽ പാകമാകുന്നു. ഞാൻ ഈ ചോറിൻ്റെ ഒരു ഉപമ പറയുന്നത് പോലെ അവരിവിടെ ഗോക്കളുടെ പാലിനെ ക്ഷീരരൂപത്തിൽ പാകമാകുന്നു എന്നെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഞാനിവിടെ ഉദാഹരണം പറയുമ്പോൾ ചോറിൻ്റെ കാര്യം പറയുക, അതല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കൃത്രിമ പ്ലാസ്റ്റിക്കെല്ലാം ഉണ്ടാക്കുന്നതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. ജനത്തിന് മനസ്സിലാകുന്നതല്ലേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ചോറിൻ്റെ കാര്യത്തിൽ എപ്പോഴും വരുന്നത്. അതുപോലെ അവർ ഗോക്കളുടെ പാലും ക്ഷീരവും ഇതിൻ്റെ എല്ലാം രൂപത്തിലാണ് പറയുന്നത്. അഗ്നിയിലൂടെ അത് പാകമായി വരികയാണ്. അപ്പോൾ അവിടെ എന്താണ് അവിടെ പാകമാക്കുന്നത്? അഗ്നിയാണ്, ഊർജമാണ്. ഊർജമുണ്ടെങ്കിൽ മാത്രമേ എന്ത് കർമ്മവും പൂർണ്ണമാക്കാൻ പറ്റുകയുള്ളൂ. ഏത് കർമ്മവും അഗ്നിയിലൂടെ മാത്രമേ, ഊർജമുണ്ടെങ്കിൽ മാത്രമേ പാകമാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഒരു യജ്ഞം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ചെയ്യാനുള്ള ഋത്തിക്കുകൾ വേണം, സഹായിക്കാനുള്ള ആൾക്കാർ വേണം. ആദ്യം ആ സോമത്തെ ശാസ്ത്രീയമായിട്ട് ശുദ്ധീകരിച്ചെടുക്കണം. അതിനാണ് പിഴിഞ്ഞെടുത്ത സോമം എന്നെല്ലാം പറയുന്നത്. എന്നിട്ട് അതിനെ ഇന്ദ്രനായിട്ട് സമർപ്പിക്കണം. കാരണം ഇന്ദ്രനാണ് അതിൻ്റെ അകത്ത്. ഇവ സാമ്പാറിൻ്റെ അകത്ത് നമ്മൾ പാത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സയൻസ് തത്വത്തെ പ്രകാരം അതിൻ്റെ അകത്ത് ഒരു ശക്തി വിശേഷം അതിനെ ഏകോപിപ്പിച്ചിട്ടാണ് അതിനെ സാമ്പാറാക്കി മാറ്റുന്നത്. അത്രയും കർമ്മം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ശക്തി അതാണ് ഇന്ദ്രൻ. പിന്നെ ആരാണ്? അഗ്നി. ഊർജമുണ്ടെങ്കിലേ വസ്തുക്കളെ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം ശരിയായ രീതിയിലാണ് അർപ്പിച്ചത്. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയായ രീതിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ, സാമ്പാർ ഉണ്ടാക്കാൻ വെണ്ടയ്ക്കായാലും വേണ്ട അളവിൽ മുറിച്ച് കൊടുത്താൽ, ഉപ്പ് വേണ്ട അളവിൽ കൊടുക്കണം, മുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ വേണ്ട അളവിൽ കൊടുക്കണം. അതെല്ലാം ശരിയായ രീതിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഈ ഹവിസ് സ്വീകരിക്കുക. ഇന്ദ്രനോട് പറയുകയാണ്, ഞങ്ങൾ തരുന്ന ഈ സാധനം സ്വീകരിച്ചിട്ട് നമുക്ക് എന്താക്കി തരണം? അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാക്കി തരണം. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് കാണ്ഡം 7 അനുവാകം 6 സൂക്തം 73 ഇതിലെ ദേവത അശ്വനി കുമാരന്മാരാണ്. നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നാണ് ബലമാണ്. ബലം പ്രയോഗിച്ചിട്ടാണ് നമുക്ക് എന്തും യജ്ഞം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ബലത്തെയാണ് അശ്വനി കുമാരന്മാരെന്ന് പറയുന്നത്. നമ്മളിപ്പം വെണ്ടക്ക തന്നെയാണെങ്കിലും ബലം പ്രയോഗിച്ചിട്ട് മുറിച്ച് തുണ്ടമാക്കണം. പല മെക്കാനിക്കൽ പ്രോസസ്സും എല്ലാം ചെയ്തിട്ടല്ലേ. ഉരുളക്കിഴങ്ങാണെങ്കിൽ ഇങ്ങനെ പുറത്തെ തോലെല്ലാം കളഞ്ഞിട്ട് മുറിച്ചെല്ലാം അതെല്ലാം ബലം പ്രയോഗിച്ചിട്ടാണ്, ഫോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് സയൻസിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ രണ്ടായിട്ടാണ് കാണുന്നത്. ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് 2 ബലങ്ങൾ കൂടിയതാണ്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും. അതുകൊണ്ടാണ് ഒരു ഫോഴ്സിനെ അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത്. 2 പേരാണ്, ദ്വയമാണ്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിര ശക്തി. അപ്പം അശ്വനി കുമാരന്മാർ എന്ന് പറയുമ്പോൾ ബലം. അതിൽ 2 പേരുണ്ട്.
ഒരു പഴം മുറിക്കുമ്പോഴും രണ്ട് തരത്തിൽ മുറിക്കാം. നേരെ നടുവിലെ മുറിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ ചെരിച്ചിട്ട് മുറിക്കാം. അപ്പം പ്രധാനമായ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇത് രണ്ടും കൂടിയതാണ് ഈ നടുവിലുള്ളത്. അത് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ്. അതാണ് അശ്വനി കുമാരന്മാർ. വെർട്ടിക്കല്, ഹൊറിസോണ്ടൽ, ഇത് രണ്ടും കൂടിയതാണ്. ചെരിച്ചു മുറിക്കുമ്പോൾ എന്തുണ്ട്? രണ്ടും വരുന്നുണ്ട്. ആ ചെരിച്ചു മുറിക്കുന്നതാണ് അശ്വനി കുമാരന്മാർ. അതിലെന്തുണ്ട്? രണ്ട് ഫലങ്ങളുണ്ട്. ഒന്ന് ഹൊറിസോണ്ടലും മറ്റേത് മറ്റേ ഫിസിക്സാണ് കാര്യങ്ങൾ. അപ്പം ഇത് മുമ്പേ പറയുന്നതായതുകൊണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അശ്വനി കുമാരന്മാർ നമുക്ക് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നൽകുന്നു. ബലം ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചെടുക്കുന്നത്. നമ്മൾക്ക് ഒരു പഴം രണ്ടാക്കണം, ആരെ ആശ്രയിക്കണം? അശ്വനി കുമാരന്മാരെ ആശ്രയിക്കണം. ബലം പ്രയോഗിക്കണം. കത്തിയെടുത്ത് ബലം പ്രയോഗിച്ച് മുറിച്ചാൽ രണ്ടാക്കി. അവ ആകാശവാസികളായ ദേവതകളുടെ രൂപമാണ്. ആകാശവാസികളായ ദേവതകൾ, ആകാശത്തിൽ വസിക്കുന്ന ദേവതകൾ എന്ന് പറയുമ്പോൾ അതെല്ലാം ബലങ്ങളാണ്. ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത് ബലത്തിലൂടെയാണ്. ഗ്രഹം നേരിട്ട് വന്നൊന്നും ചെയ്യില്ല. ഗ്രഹങ്ങൾ ബലത്തിലൂടെയാണ്. ഇപ്പം സൂര്യ നല്ല ചൂടുള്ളരം ഭൂമിയിലെ വെള്ളത്തെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചെരിഞ്ഞും പോകും. അപ്പോൾ അതെല്ലാം ബലങ്ങളാണ്. അപ്പം അവരുടെ ആ രൂപത്തിലുള്ളതാണ് അശ്വനി കുമാരന്മാർ, അതായത് ബലങ്ങളാണ്. പാത്രത്തിൽ കൃതം പാകമായി വരുന്നു. അപ്പോൾ പാത്രത്തിൽ കൃതം പാകമായി വരുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ അകത്ത് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്ത് മാറ്റമാണ് സാധാരണ സംഭവിക്കുന്നുണ്ടാവുക? ആറ്റങ്ങളെ അല്ലെങ്കിൽ തന്മാത്രകളെ പൊട്ടിക്കുകയും യോജിപ്പിക്കുകയും വേറൊരു തരത്തിൽ യോജിപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് അരി പദമാകുന്നത്. അരിൻ്റെ അകത്തുള്ള തന്മാത്രകളെ വേർപെടുത്തിയിട്ട് വേറൊരു തരത്തിൽ യോജിപ്പിച്ചെടുക്കും. ആ പദാർത്ഥം വളരെ സോഫ്റ്റായിരിക്കും. അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും വെണ്ടക്കയിലുള്ളതും ഉരുളക്കിഴങ്ങിലും എല്ലാത്തിലുള്ള എല്ലാം ജ്യൂസിനെ വേർപെടുത്തിയെടുത്ത് പ്രത്യേക തരത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു പുതിയ ദ്രാവകമായിട്ടത് ഒരു മിക്സ്ചറായിട്ട് സാമ്പാറായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അവിടെ മുറിക്കലും തളിക്കലും എല്ലാം തന്നെയാണ് നടക്കുന്നത്. അതെല്ലാം ബലങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പാത്രത്തിൽ കൃതം പാകമായി വരുന്നത്. അതാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാകമാക്കുന്നത്? ബലങ്ങൾ തന്നെയാണ്. യജുർവൈദികന്മാർ പാലിൽ ഇത് തയ്യാറാക്കി. അപ്പം പലതരത്തിലുള്ള വസ്തുക്കളും, ഞാനിപ്പോൾ ചോറ് എന്ന് പറയുന്നതിന് പകരം അവരെപ്പോഴും പാല്, നെയ്യ് എന്നെല്ലാം ജാതി ചേർത്തു, ഇത് ചേർത്തു എന്നെല്ലാം പറയുകയാണ്. നമ്മളെന്ന് പറയുമ്പോൾ വെണ്ടക്കയും കിഴങ്ങും ചേർത്തു എന്ന് പറയുമ്പോൾ അവർ പാല്. യജുർവൈദികന്മാർ, യജുർവേദം എന്ന് പറയുന്നത് മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട വേദമാണ്. അതായത് യജുർവേദത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും എല്ലാം ബന്ധപ്പെട്ടതാണ് യജുർവേദം. പാലിൽ ഇത് തയ്യാറാക്കുന്നു. ഇവിടെ പാല് എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നിട്ട് അത് നിങ്ങൾക്ക് അർപ്പിക്കുന്നു. ഇവിടെ ആർക്കർപ്പിക്കുന്നു എന്ന് പറയുകയാണ്? ഇന്ദ്രനെ അർപ്പിക്കുന്നു എന്നും പറയാം, അല്ലേ അഗ്നിക്ക് അർപ്പിക്കുന്നു എന്നും പറയാം, അല്ലെങ്കിൽ ബലത്തിന് അർപ്പിക്കുന്നു എന്നും പറയാം. ബലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വെണ്ടക്കയാണ് കൊടുത്തതെങ്കിൽ അതിനെ ഇടിച്ച് പൊളിച്ചിട്ടാണ് നല്ല പദമുള്ളതായിട്ട്, പിന്നെ ഉടഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ? കട്ടിയായ വെണ്ടക്ക ബലം പ്രയോഗിച്ച് ചൂടാക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? അതിനെ വേർപെടുത്തുന്നു. ഒരു ബലം പ്രയോഗിച്ചിട്ട് അതിൻ്റെ ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് ഒരുമാതിരി വേർപെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആർക്കാണ് അർപ്പിക്കുന്നത്? അവിടെ ആ പൊട്ടിക്കുന്ന ശക്തിയെയാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അശ്വനി കുമാരന്മാർക്ക് അർപ്പിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നുണ്ട്. അത് ജ്വലിക്കണ്ടെങ്കിൽ ഊർജമുണ്ടെങ്കിൽ എല്ലാ യജ്ഞവും നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ അഗ്നിയെയും അർപ്പിക്കുന്നുണ്ട്. ഈ കൃതം കാമമയമായിരിക്കുന്നു. നല്ല ചൂട്ട് പഴുക്കുകയാണ്, തിളക്കുകയാണ് ഈ കൃതം. ഈ ഹവിസ് സ്വീകരിക്കുവാൻ ഇവിടെ വരൂ. അതുകൊണ്ട് അശ്വനി കുമാരന്മാരവിടെ പറയുകയാണ്, നമ്മൾ അഗ്നിയിലിട്ടിട്ട് ചൂടാക്കുകയാണ്, തിളക്കുന്നുണ്ട്, നീ വന്നിട്ട് എന്ത് വേണം? അതിനെ വേവിച്ച് തരണം. നമ്മൾ ഉരുളക്കിഴങ്ങ് പാത്രത്തിലിട്ടിട്ട് ഉരുളക്കിഴങ്ങും വെണ്ടക്കയെല്ലാം ഇട്ടിട്ട് ഇതാ തിളച്ച് വരികയാണ്, തിളക്കാൻ പോകുന്നുണ്ട്. തിളക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക?
ഇതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് വേർപെടുത്താൻ പറ്റുമോ? അപ്പം ഘൃതം ഇവിടെ വരും, ഹവിസ് സ്വീകരിക്കുവാൻ ഇവിടെ വരും. നല്ല ചൂടായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വന്നിട്ട് ഇതിനെ ഒന്ന് പതമുള്ളതാക്കിയിട്ട്, അല്ലെങ്കിൽ സാമ്പാറാക്കിയിട്ട്, അല്ലെങ്കിൽ പായസമാക്കിയിട്ട്, അല്ലെങ്കിൽ കൃത്രിമ റബ്ബറാക്കിയിട്ടെല്ലാം മാറ്റിത്തരിക. ഈ കർമ്മത്തിനായി ഗോക്കൾ ആവശ്യമുള്ള പാൽ നൽകി. ഇവിടെ പാല് വെച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുമ്പോൾ കൃത്രിമ റബ്ബറെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാധനങ്ങൾ ആവശ്യമുള്ള പാൽ നൽകി. അപ്പോൾ ആവശ്യമുള്ളിടത്ത് അത്ര നമ്മൾ ഈ വസ്തുക്കൾ കൊടുക്കണം. എങ്കിൽ ഇന്ദ്രൻ നമുക്ക് ഇപ്പം ചോറ് വെക്കാൻ തന്നെ വെള്ളം കുറച്ചിട്ടിട്ട് അരി ഇട്ട് കഴിഞ്ഞാൽ ചോറാവില്ല. അപ്പോൾ എല്ലാം ആവശ്യത്തിന് കൊടുക്കണം. ഒരു യജ്ഞം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹോതാവ് നിങ്ങളാൽ ആനന്ദം നേടട്ടെ. അങ്ങനെ ഹോതാക്കൾക്ക്, ഈ യജ്ഞം ചെയ്യുന്നവർക്കെല്ലാം, ഇത് അർപ്പിക്കുന്നവർക്കെല്ലാം ആനന്ദം ലഭിക്കട്ടെ. എങ്ങനെ ആനന്ദം കിട്ടുക? നല്ല സാമ്പാറെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ആ സാമ്പാർ തിളച്ച് വരുമ്പോൾ ഒരു ആനന്ദമുണ്ട്. അത് ഉണ്ടാക്കുന്ന ആൾക്ക് അതുവരെ ഒരുമാതിരി മൂടല്ല, അങ്ങനെയായിരിക്കും. പക്ഷേ ആ തിളച്ച് എന്ന് വരുമ്പോൾ ഒരാനന്ദം നേടട്ടെ. ഈ യജ്ഞം അശ്വിനി കുമാരന്മാർക്കായിട്ട് നൽകുന്നു. അപ്പം ഏതൊരു യജ്ഞമാണെങ്കിലും അവിടെ ഒരു ബലപ്രയോഗമുണ്ട്, അവിടെ വെട്ടി മുറിക്കലും കൂട്ടിച്ചേർക്കലും എല്ലാം ഉണ്ട്. ഇതിനാണ്, ആ ബലങ്ങളെയാണ് അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത്. ഈ അർപ്പിച്ച ഹവ്യം അഗ്നിയുടെ മുഖത്തു നിന്നും ദേവകൾ നക്കി കുടിക്കുന്നു. ഈ അർപ്പിച്ച ഹവ്യം, അതായത് സാമ്പാറിൻ്റെ വെണ്ടയ്ക്ക് അതുമെല്ലാം ആണെങ്കിൽ അഗ്നിയുടെ മുഖത്ത് നിന്നും, അത് അഗ്നിയിലൂടെ അങ്ങ് വെന്ത് വരുമ്പോൾ ദേവകൾ നട്ടിക്കുടിക്കുന്നു. ദേവകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വെള്ളവും എല്ലാം എന്ത് ചെയ്യും? അതിനെയെല്ലാം സ്വീകരിക്കും. വെണ്ടയ്ക്കനെ ചൂടാക്കുമ്പോൾ അതിലുള്ള രസം, അതിലുള്ള മറ്റ് ദേവതകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളമായിരിക്കാം. വെള്ളം ആ രസത്തെ നക്കി കുടിക്കുക. അപ്പം വെള്ളത്തിന് ആ രസം വരും. പിന്നെ വെള്ളം പോയിട്ട്, വെള്ളവും ദേവതയാണല്ലോ, തക്കാളിയിലെ രസത്തെ ഇങ്ങ് പൊട്ടിച്ചങ്ങ് ഇളക്കിയെടുക്കുമ്പോൾ ഇന്ദ്രനതിനെല്ലാം, അല്ലെ അശ്വിനി കുമാരന്മാർ ബലം ഉപയോഗിച്ച് അതിനെ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള നീരിനെയെല്ലാം ജലം നക്കി കുടിക്കുക. അങ്ങനെയാണ് ജലത്തിന് എന്ത് ടേസ്റ്റ് വരുന്നത്? സാമ്പാറിൻ്റെ രസം വരുന്നത്. ഘൃതം നൽകിയ ക്ഷീരം യജ്ഞപാത്രത്തിലാണുള്ളത്. അപ്പം നമ്മൾ ഇതെല്ലാം എന്തിലേക്ക് കൊടുക്കണം? ഒരു യജ്ഞപാത്രത്തിലിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. ഏത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു പാത്രമുണ്ട്. ചായ ഉണ്ടാക്കാൻ ചായ പാത്രമുണ്ട്, മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയാണുള്ളത്, ചോറ് വെക്കാൻ വേറൊരു തരം കലമാതിരിയാണുള്ളത്. അപ്പം ഇതെല്ലാം നൽകുന്നത് യജ്ഞപാത്രത്തിനാണ്. ഇത് ഉള്ളതായതിനാൽ ചൂടോടെ നിങ്ങൾ പാനം ചെയ്യുക. ഇത് ആർക്കുള്ളതാണ്? അശ്വിനി കുമാരന്മാർക്കാണ്. അത് നിങ്ങൾ ചൂടോടെ പാനം ചെയ്യണം. ചൂടുള്ളവരെ മാത്രമേ അതിൻ്റെ അകത്തുള്ള ബലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ വെണ്ടക്കയും വഴുതിനെയും എല്ലാം പൊട്ടിച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ, ബലം പ്രയോഗിച്ചിട്ട്. അപ്പോൾ അശ്വിനി കുമാരന്മാർക്ക് ബലം പ്രയോഗിക്കണ്ടെങ്കിൽ ഇതിനെ പദം വരുത്തുന്ന ചൂട് കിട്ടണം. അല്ലാതെ വെറുതെ സാമ്പാറിൻ്റെ സാധനമല്ല അതിൻ്റെ അകത്തിട്ടിട്ട് അശ്വിനി കുമാരന്മാരോട് നീ ഒന്ന് സാമ്പാറാക്കെന്ന് പറഞ്ഞാൽ അതിനൊന്നും പറ്റില്ല. അതിന് വേണ്ട ആവശ്യം കൊടുക്കണം, ആവശ്യമുള്ള ചൂട് കൊടുക്കണം. ചൂട് കൊടുക്കുമ്പോൾ അത് ശരിയാക്കി തരും. നിങ്ങൾ രണ്ടുപേരും ഇത് പാനം ചെയ്യണേ. അപ്പം അവിടെ രണ്ട് ബലങ്ങളുണ്ട്. അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത് രണ്ട് പേരാണ്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും. ഒരു വെണ്ടക്ക മുറിക്കുമ്പോൾ തന്നെ നേരെ കുത്തനെയല്ല മുറിക്കുക, ഇങ്ങനെയല്ല മുറിക്കും. വെണ്ടക്ക ജനിച്ച് മുറിച്ചൂടെ, നേരെ കുത്തനെ മുറിച്ചൂടെ. അശ്വിനി കുമാരന്മാർ ഈ വെണ്ടക്കേനെ പദമാക്കി വരുമ്പോൾ ഇങ്ങനെ മാറ്റുക മാത്രമല്ല, അത് പലതരത്തിലേക്ക് അതിനെ മുറിച്ച് മാറ്റും. എല്ലായിടത്തും തിരിച്ചു മുറിച്ചു എല്ലാം മുറിക്കും. അപ്പം രണ്ട് ബലങ്ങളും ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും ആണ്. ആ അശ്വിനി കുമാരന്മാരാണ് ഇത് പാനം ചെയ്യുന്നത്. വൈദികൻ പാൽ താപമയമായ ഘൃതത്തിൽ ഒഴിക്കുക. അപ്പം ഘൃതത്തിൽ വൈദികർ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്നവരെന്താണ് വേണ്ട സാധനമെല്ലാം അപ്പം ഘൃതത്തിൽ ഒഴിച്ചു കൊടുക്കണം. സാമ്പാറിനാണെങ്കിൽ ആദ്യം വെണ്ടക്കയിലിടും, പിന്നെ അതിൻ്റെ അകത്ത് മുളക് പൊടിയിടും, മഞ്ഞൾപ്പൊടിയിടും. ഇതെല്ലാം നമ്മളെ ജോലി, നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കക്ഷികൾ അഗ്നിയും ഇന്ദ്രനും ഈ ബലങ്ങളും അശ്വിനി കുമാരന്മാരും എല്ലാമാണ്.
ഈ പാല്, വെണ്ണ, കൃതം എന്നിവ നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ അവർ പാല്, വെണ്ണ, കൃതം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്? വെണ്ടക്ക, കിഴങ്ങ്, പരിപ്പ്, വെള്ളം, ഇതെല്ലാം ആർക്കുള്ളതാണ്? ഈ അശ്വിനി കുമാരന്മാർക്കുള്ളതാണ്. ഇവിടെ പാല്, വെണ്ണ, കൃതം എന്നെല്ലാം പറയുകയാണ്, നിങ്ങൾക്കുള്ളതാണ്. സൂര്യൻ സ്വർഗത്തെ പ്രകാശിപ്പിക്കുന്നു. സൂര്യനാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സൂര്യനാണ് കർമ്മത്തെ നമ്മളെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും കർമ്മത്തെ പ്രേരിപ്പിക്കുന്നത്. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എന്താണ്? സൂര്യൻ ഉദിച്ചോ എന്നെല്ലാം നോക്കിയിട്ടില്ലേ? പകല് ചെയ്യേണ്ട കർമ്മമാണെങ്കിൽ, രാത്രിത്തെ ചെയ്യേണ്ടതാണെങ്കിൽ വേറെ കാര്യത്തില്ല. സാധാരണ പകൽ ചെയ്യുന്ന കർമ്മത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സൂര്യനാണ് നമ്മളെ കർമ്മത്തിനെ പ്രകാശിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. ഉഷസ് പോകുന്നത് ശ്രദ്ധിച്ച് അവൻ തേജസ്വിയാകുന്നു. ഉഷസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ആദ്യം ഉദിച്ചു വരുമ്പോഴുള്ള ആ പ്രകാശത്തിനാണ് ഉഷസ്. അപ്പം ഉഷസ്സാണ് മുമ്പിൽ പോകുന്നത്. അത് പോകുമ്പോൾ ഇവൻ തേജസ്വിയാകുന്നു. അതിനനുസരിച്ച് ഉഷസ് ഇങ്ങനെ പോകുമ്പോൾ സൂര്യൻ്റെ തേജസ് കൂടി കൂടി വരുന്നതാണ്. ഉച്ചയാകുമ്പോൾ ഭയങ്കര തേജസ്സായിരിക്കും. ഉഷസ്സാണ് വലിച്ചു കൊണ്ടുപോയിട്ട് സൂര്യനെ കൊണ്ടുപോകുന്നത്. സൂര്യൻ്റെ മുമ്പിലുള്ള പ്രകാശമാണ് നേരെ മുമ്പിലേക്ക് പോകുന്നത്. ആ സൂര്യൻ പോകുന്നതനുസരിച്ച് ചൂട് കൂടി കൂടി വരും. ഇതാണ് നമ്മളെ യജ്ഞങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഞാൻ പശുവിനെ വിളിക്കുമ്പോൾ വൈദികൻ അതിനെ കറക്കുന്നു. അപ്പോൾ അതാണ് പശുക്കളെ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴാണ് പശുക്കളെ വിളിക്കുക കറക്കാൻ വേണ്ടിയിട്ട്. അപ്പം യജ്ഞം നടത്തുന്നവർ അതിനെ കറക്കും. അപ്പം ഇതെല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളാണ്. നമ്മളെല്ലാം ചെയ്യുന്നത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. സമയമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സവിത്യദേവൻ അപ്പോൾ നമുക്ക് പാൽ നൽകുന്നു. അപ്പം നമുക്ക് വേണ്ട വസ്തുക്കളെല്ലാം വേറെ പശു നമുക്ക് തരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പശുവാണ്. നമ്മളുണ്ടാക്കുന്ന സാമ്പാറിലാണെങ്കിൽ വെണ്ടക്കയും ഉരുളക്കിഴങ്ങുകളിലാണ്. അത് ആരാ തരുന്നത്? സവിത്യദേവൻ തരുന്നു എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ഒരു സ്ത്രീയോ മറ്റേ പച്ചക്കറിക്കാരെയോ ആരെങ്കിലും പറഞ്ഞു വിടും. അവർ വന്നിട്ട് നമ്മൾ വീട്ടിൽ സാമ്പാറിൻ്റെ വേണ്ടയെല്ലാം കൊണ്ടുതരും. അപ്പം ഇങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ യജ്ഞത്തിൽ. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അങ്ങനെ സൂര്യനും എല്ലാം കൂടിയിട്ട് സൂര്യനെല്ലാം പാടുപെട്ടിട്ട് വെണ്ടയ്ക്ക് ഉണ്ടാക്കിയോണ്ടല്ലേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്, അല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പം നമ്മളെ ഒരു യജ്ഞത്തിന് വേണ്ടി പ്രപഞ്ചത്തിൽ ആരെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്? സൂര്യൻ ചെയ്യുന്നുണ്ട്, മഴ ചെയ്യുന്നുണ്ട്, എങ്കിലല്ലേ വെണ്ടക്ക ഉണ്ടാവുകയുള്ളൂ. അപ്പം വെറുതെ എടുത്തിട്ട് അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും? ഇതെല്ലാം ഉണ്ടായാലല്ലേ പറ്റൂ. അപ്പം അതിൽ സൂര്യനെ ഒന്നും നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് പറയുന്നത്. ഈ പശുക്കുട്ടിക്ക് ഗോവ് എന്ത് ചെയ്യുന്നു? ആഗ്രഹമനുസരിച്ച് ക്ഷീരത്തെ കുടിപ്പിക്കുന്നു. അപ്പോൾ ആ പാലുണ്ടാകുന്നത് നമുക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ആർക്കും വേണ്ടിയിട്ടാണ്? പശുക്കുട്ടിക്കും വേണ്ടിയിട്ടാണ്. ഒരു ഒന്ന് കാര്യം മനസ്സിലാക്കണം. ഒരു വെണ്ടക്ക വെച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വെണ്ടക്ക നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ മാത്രമല്ല അതിൻ്റെ ആവശ്യം, അതിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പശുവിൻ്റെ പാലെടുത്തിട്ട് പായസം ഉണ്ടാക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ പശു പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വെണ്ടക്ക എന്ന് പറയുമ്പോഴും വെണ്ടക്ക ആദ്യം മാറ്റി വെക്കണം, നാളെ വേറെ ചെടി നടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം വെണ്ടക്ക എടുത്തിട്ട് നമ്മൾ സാമ്പാർ വെക്കാൻ. അല്ലാതെ എല്ലാം എടുത്തിട്ടൊക്കെ തിന്ന് കളയാറ്. പിന്നെ തിന്നു കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് ഉണ്ടാവില്ല. ഈ ഗോവ് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. അപ്പം ഗോവിന് വലിയ കർമ്മങ്ങളുണ്ട്. നമ്മളെ കാര്യം സാധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള പാലാണത് ഉൽപ്പാദിക്കുന്നത്. എല്ലാ ഗ്രഹവും സന്ദർശിക്കുന്ന അഗ്നി എല്ലാവരെയും സേവിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന വേറൊരു കക്ഷി, അപ്പം ഇൻപുട്ടിനെ പറ്റി പറഞ്ഞു, അതിൽ പങ്കെടുക്കുന്ന വേറൊന്നാണ് അഗ്നി. അഗ്നി എല്ലാവരെയും സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടുന്ന് ചായ ഉണ്ടാക്കുമ്പോൾ അമേരിക്കക്കാരൻ ചിലപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടാവും ഇതേ അഗ്നി ഉപയോഗിച്ചിട്ട്. അപ്പം ലോകം മുഴുവൻ അഗ്നി സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നോടുള്ള എൻ്റെ ഭക്തിയാൽ നീ ശത്രുക്കളെ കഷ്ടപ്പെടുത്തുന്നു. അപ്പം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യജ്ഞങ്ങൾ നടത്തുന്നത്. യജ്ഞം നടത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശത്രുതയുണ്ട്.
ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അവിടെ എന്തുണ്ട്? ഒരു ശത്രുതയുണ്ട്. തമോ ഗുണവും രജോ ഗുണവും അതിനെതിരായിട്ടുള്ള തമോ ഗുണവും. ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു തടസ്സത്തെ മറികടന്നിട്ട് വേണം നമ്മളൊരു പുതിയ സാധനം ഉണ്ടാക്കാൻ. ആ തടസ്സത്തെയാണ് ഇവിടെ ശത്രുത എന്ന് പറയുന്നത്. ഈ ശത്രുവെ മാറ്റുന്നത് ആരാണ്? അഗ്നിയും ഇന്ദ്രനും ഈ ബലങ്ങളുമെല്ലാമാണ്. അതുകൊണ്ടാണ് ബലം മുറിക്കുന്നത്. ഒരു വെണ്ടക്ക നമ്മൾ മുറിക്കാൻ നോക്കുമ്പോൾ വെണ്ടക്ക സമ്മതിക്കില്ല, അങ്ങനെ നീ മുറിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടാണ് മുറിക്കുക. അതിനെ എതിർക്കുന്ന ശക്തിയെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ വെണ്ടക്ക മുറിക്കുന്നത്. എന്നിട്ട് അവരുടെ ധനം നമുക്കൊന്ന് എത്തിച്ചേരുന്നു. അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ചോറുണ്ടാക്കി വെക്കാം, സാമ്പാറുണ്ടാക്കി വെക്കാം, കുറേ ധനം നമുക്ക് കിട്ടും. ഈ ഗോക്കൾ നല്ല തൃണങ്ങൾ ഭക്ഷിച്ച് ഭാഗ്യവതിയാകട്ടെ. പക്ഷേ എന്തു വേണം? പശു എന്നാണ് ഇവിടെ പാലിൻ്റെ കാര്യം പറയുകയാണ്. നമ്മൾ വെണ്ടയ്ക്കയാണെങ്കിൽ വെണ്ടയ്ക്ക സാമ്പാറും കിട്ടേണ്ടിക്ക് എന്തു വേണം? അവർക്ക് നല്ല വളങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം, നല്ല വെണ്ടയ്ക്ക കിട്ടുള്ളൂ. അതുവരെ ഇവിടെ പശുവിൻ്റെ പാലായതുകൊണ്ട് ഈ ഗോക്കൾ നല്ല തൃണങ്ങൾ ഭക്ഷിച്ച് ഭാഗ്യവതികളാകട്ടെ. നമുക്ക് പാലുണ്ടാക്കിയിട്ട് പായസം ഉണ്ടാക്കണ്ടെങ്കിൽ ഈ അത് തരുന്ന പശുവിന് നല്ല പുല്ലെല്ലാം കൊടുത്തിട്ട് നല്ല ഭാഗ്യവതികളാക്കണം, എങ്കിലേ നമുക്കും ഇവിടെ. അപ്പം നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്തിനെ പറ്റിയെല്ലാം ചിന്തിക്കണം. ഇതെല്ലാം വരുന്നത് കൃഷി ചെയ്തിട്ടാണ്. അതിനെയെല്ലാം നമ്മൾ പോഷിപ്പിച്ചാലേ നമുക്കിവിടെ വല്ലതും ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അതുവഴി ഞങ്ങളെയും ഭാഗ്യവാന്മാരാക്കട്ടെ. അതുവഴി എന്ത് പറ്റണം? നമ്മളെല്ലാം ഭാഗ്യവാന്മാരാകട്ടെ. അപ്പം നമ്മൾ ഭാഗ്യവാന്മാരാണെങ്കിൽ വെറുതെ കിട്ടുന്നത് വാങ്ങി തിന്നാൽ പോരാ, അത് ഉൽപ്പാദിപ്പിക്കുന്നവരെ എല്ലാം പരിപാലിക്കണം. നമ്മളിപ്പോൾ അരി വാങ്ങിയിട്ട് കടയിൽ പോയി പൈസയും കൊടുത്ത് അരി വാങ്ങിയിട്ട് തിന്നാൽ മതി. പക്ഷേ ഈ അരി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, പാടുപെട്ടിട്ട്. അതെല്ലാം ആലോചിച്ചോളണം എന്ന് പറയുകയാണ്. ഈ തൃണം ഭക്ഷിച്ച് ശുദ്ധജലം പാനം ചെയ്യുക. ആ പശുക്കൾക്ക് തൃണം മാത്രം കൊടുത്താൽ പോരാ, എന്ത് വേണം? ശുദ്ധമായ ജലവും കൊടുക്കണം. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ടാണ് അതിനെ സാമ്പാറാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഈ സാമ്പാർ ഉണ്ടാക്കേണ്ട സാധനങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സുഭിക്ഷമായിട്ട് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു വിശാലമായ വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്.